പല സ്ത്രീകളും വൃന്ദാവനത്തിലെത്തി ഗോപികമാരായി മാറി. അവർ ആരെല്ലാമായിരുന്നുവെന്ന് ഇനി പറയാം. ഗോപികമാരായി വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയുടെ സഖിമാർ ഉണ്ടായിരുന്നു. ഊർധ്വ വൈകുണ്ഠത്തിലെ ദേവിമാരും ക്ഷീരസാഗരത്തിൽ നിന്നുണ്ടായ ലക്ഷ്മിയുടെ സഖിമാരും ഉണ്ടായിരുന്നു. കൂടാതെ യജ്ഞനാരായണമൂർത്തിയെ കണ്ട് പ്രേമപരവശരായി തീർന്ന ദേവസ്ത്രീകളും ധന്വന്തരി അപ്രത്യക്ഷനായതോടുകൂടി ദുഃഖിതരായി തീർന്ന സ്ത്രീവേഷം ധരിച്ച് തപസ്സനുഷ്ഠിച്ച ഔഷധികളും ഉണ്ടായിരുന്നു. അതും കൂടാതെ ഭഗവാന്റെ മത്സ്യാവതാര സമയത്ത് മത്സ്യരൂപം കണ്ട് മോഹിച്ച സമുദ്രകന്യകമാരും പൃഥു മഹാരാജാവിനെ കണ്ട് മോഹിച്ച സ്ത്രീകളും നരനാരായണമൂർത്തിമാരുടെ മോഹന സ്വരൂപത്താൽ ആകൃഷ്ടരായി അവരെ കാമിച്ച അപ്സര സ്ത്രീകൾ